ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പുതിയ വിഭവം ഉണ്ടാക്കാൻ പോവാണ്. അതിന് പ്രധാന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ചീര. ഇത് പൊന്നാങ്കണ്ണി ചീര എന്ന് പറയും. ഞാനിവിടെ നട്ട് വളർത്തിയിട്ടുണ്ട്. ഇത് കണ്ണിനൊക്കെ വളരെ നല്ലതാണ്, ആരോഗ്യമാണ്, കണ്ണിന് കാഴ്ചയ്ക്കും ഒക്കെയുള്ള നല്ലതാണെന്ന്. ഇതിനകത്ത് വൈറ്റമിൻ സി എന്തൊക്കെയോ ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഞാനിവിടെ നട്ട് വളർത്തിയിട്ടുണ്ട്. നമുക്കിതുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ വിഭവം. ഞാൻ ചീര കാണിച്ചല്ലോ, ആ ചീര ഞാൻ കറി വെച്ചതായിരുന്നു. ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ചീര എടുത്ത് വെച്ച് തരണം. ഞാനിവിടെ ദോശമാവാണ്. ഇത് ഈ ഒരു തവിക്ക് 2 കൈ വേണ്ട, ഈ 2 കയ്യിൽ മാവിനകത്ത് ഒഴിച്ചു. കയ്യിൽ ഞാൻ ഇത് റാഗി, മുത്താറി, പഞ്ഞപ്പുല്ല് എന്നൊക്കെ പറയുമല്ലോ, അത് ഞാനിവിടെ അതേ കയ്യിലാണ്, ആ കയ്യിൽ ഒരു കയ്യിൽ ഇട്ടു. ഒരു 1.25 കയ്യിലിടാം നമുക്ക്. ഏകദേശം ഒരു 1.25 കയ്യിലിട്ടിട്ടുണ്ട്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിത് ഒന്ന് കലക്കി കൊടുക്കാം. നമ്മളിപ്പോൾ കലക്കി. ഞാനിപ്പോൾ ഇതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട് കുറച്ച്, അത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഉപ്പിട്ടു. മറ്റേ മാവ് ഉപ്പിട്ട മാവാണ്, ഇപ്പോൾ ദോശ ചുട്ടതിൻ്റെ ബാക്കി മാവാണ്. അപ്പം ഞാനിത് രണ്ടും കൂടെ ഇതിലോട്ട് ഒരുമിച്ചാക്കാം. ഉണ്ടോ, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം. നല്ല ഭംഗിയുണ്ട് കാണാൻ ഡിസൈൻ. ദോശ മാവോട്ട് റെഡി ആയിട്ടിരിക്കണമല്ലോ. അപ്പം ഞാനിവിടെ പൊന്നാങ്കണ്ണി ചീര നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ കാണിച്ചാൽ, ഞാൻ ആ പൊന്നാങ്കണ്ണി ചീരയും പയറും ഇട്ട് ഒരു കറി വെച്ചിരുന്നു, തോരൻ പോലെ. തേങ്ങ ഇടാതെ പയറാണ് ഞാൻ പകരമിട്ട്, ചെറുപയർ. അപ്പോൾ ഇത് തേങ്ങയിട്ടും തോരൻ വയ്ക്കാം നമുക്ക്. ഞാനിപ്പോൾ ചെറുപയറിട്ടാണ് വെച്ചത്. അതിൽ നിന്ന് കുറച്ചെടുത്ത്, ആ തോരനിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ ഈ മാവിലോട്ട് ഇടുകയാണ്. അതായത് പൊന്നാങ്കണ്ണി ചീരയും ചെറുപയറും കൂടെ ചേർന്ന തോരൻ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മുത്താറിയും ഭയങ്കര ഗുണമാണ്. മുത്താറി അറിയാമല്ലോ എല്ലാവർക്കും. കൊച്ചുങ്ങൾ കുറുക്കി കൊടുക്കണത്, ആദ്യം കുറുക്കി കൊടുക്കണതേ മുത്താറിയാണ്. അപ്പോൾ ആ മുത്താറി അത്രയും ഗുണമുള്ളതുകൊണ്ടാണല്ലോ കുട്ടികൾക്ക് കുറുക്കി കൊടുക്കുന്നത്. അപ്പോൾ ആ മുത്താറിയും നമ്മുടെ പൊന്നാങ്കണ്ണി ചീര രണ്ടും വളരെ ഗുണമുള്ളതാണ്, രണ്ടും ആരോഗ്യപ്രദമാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഇടാം, നമുക്ക് ഇഷ്ടമുള്ള സാധനം. നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതിൽ മെയിൻ സാധനമാണ് നമ്മൾ ആദ്യം ഇട്ടത്, പയറും അത്ര നിർബന്ധമൊന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്കിത് കലക്കി ചൂടാം. ദോശക്കല്ലിൽ എണ്ണ വരട്ടി, എണ്ണയല്ല നെയ്യാണ് ഞാൻ വരട്ടിയത്. നോക്കാം എന്തോന്ന്. വെന്തിട്ടുണ്ട്, നമുക്കിതിൽ മാറ്റാം. പൊന്നാങ്കണ്ണി കൊണ്ടുള്ള ആരോഗ്യ ദോശ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. കർക്കിടകത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കണം. പ്രത്യേകിച്ചും ഇതൊക്കെ ആരോഗ്യം ഉണ്ടാക്കണതാണ്. പൊന്നാങ്കണ്ണി വളരെ ഗുണമാണ് കണ്ണിന്. അതുപോലെ തന്നെ റാഗി അല്ലെങ്കിൽ മുത്താറി, പഞ്ഞപ്പുല്ല് എന്നൊക്കെ പറയൂലേ, അതും ഗുണമുള്ള സാധനം തന്നെയാണ്. നമ്മളങ്ങനെ നല്ലൊരു ദോശ ഉണ്ടാക്കിയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി. നമസ്കാരം.